കുടകിൽ കാണാതായ മലയാളി യുവതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ട്രക്കിങ്ങിനായി പോയ നാദാപുരം സ്വദേശി ശരണ്യയാണ് കാണാതായത്. ഈ മാസം 2-ാം തീയതിയാണ് ശരണ്യ ട്രക്കിങ്ങിനായി പോയത്. കർണാടക വനം വകുപ്പും പോലീസും തെരച്ചിൽ തുടരുകയാണ്. നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും. നന്ദു, ശരണ്യയുടെ കാര്യത്തിൽ വലിയ ആശങ്ക ഈ സമയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണാതായതിനു ശേഷം കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ ഈ ശരണ്യ എവിടെയുണ്ട് എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ ഈ തെരച്ചിൽ സംഘത്തിന്, ദൗത്യ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഏതെല്ലാം മേഖലകളാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ശരണ്യയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ കൊച്ചിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ശരണ്യ. ഈ ജോലി സ്ഥലത്തു നിന്നുമാണ് കുടകിലേക്ക് ട്രക്കിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് പോയത്. പക്ഷേ ഒരു സംഘത്തിനൊപ്പമാണ് ശരണ്യ പോയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനനുസരിച്ച് പിന്നീട് തിരികെ വരുമ്പോഴാണ് ട്രക്കിംഗ് കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന സമയത്താണ് ശരണ്യയെ കാണാതാവുകയും ചെയ്യുന്നത്. ഈ സമയത്ത് 2-ാം തീയതി ഉച്ചയോടുകൂടി താമസ സ്ഥലത്തേക്ക് ശരണ്യ വിളിക്കുകയും തനിക്ക് വഴി തെറ്റിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ടവരെ, ഈ വിവരം ലഭിച്ചവർ കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കർണാടക പോലീസും വനംവകുപ്പും ഉൾപ്പെടെയുള്ളവർ പരിശോധനയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ശരണ്യയെ കാണാതായിട്ട്. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ചും വലിയ കൊടും വനമാണ്, വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ശരണ്യ ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതമായി ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോഴും പോലീസും ഒപ്പം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുള്ളത്. അതുകൊണ്ട് അവരുടെ അന്വേഷണം രാവും പകലുമായി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരണ്യ കോഴിക്കോട് നാദാപുരം സ്വദേശിനിയാണ്. അവരുടെ കുടുംബം ഉൾപ്പെടെ കുടകിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നും കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ശരണ്യയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. ശരണ്യ നേരത്തെയും ട്രക്കിങ്ങിന് ഉൾപ്പെടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വനത്തിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയാൽ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശരണ്യയ്ക്ക് ഒരു അറിവുണ്ട് എന്നുള്ളത് ഇവർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കൃത്യമായി സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് നിഗമനം. ശരണ്യ വിളിച്ച സ്ഥലത്ത് ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ശരണ്യയുടെ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് അതും ഒരു പ്രതിസന്ധിയാണ്. ഏതായാലും ഉടൻ തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട്.